നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസൺ ലാ ലീഗയിൽ റയൽ മാഡ്രിഡിന് വിജയത്തുടക്കം. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഒസാസുനയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കിലിൻ എംബാപ്പയാണ് പെനാൽറ്റിയിലൂടെ അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. സാന്റിയാഗോ ബെർണാബുവില് സാബി അലോൺസോ കോച്ചായിട്ടുള്ള ആദ്യ മത്സരം, അതിൽ വിജയത്തുടക്കം. വലിയ ആധിപത്യം റയൽ മാഡ്രിഡ് പുലർത്തിയ കളിയാണ്. പക്ഷേ ഒസാസുന ഡിഫെൻഡ് ചെയ്തിരുന്നു. അവർ ആ ലോ ബ്ലോക്കും കൊണ്ട് നിന്നു. അത് തങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഹയർ ബ്ലോക്കിൽ അവർ ഡിഫെൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനുവേണ്ടി പ്രിപ്പയർ ആയില്ല എന്ന് സാബി അലോൺസോ കളിക്ക് ശേഷം പറയുന്നുണ്ട്. കാരണം കുറഞ്ഞ ദിവസങ്ങളെ തങ്ങൾക്ക് പ്രിപ്പറേഷൻ ലഭിച്ചുള്ളൂ എന്നുള്ള പരാതിയും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഒറ്റ ഗോൾ ജയത്തോടുകൂടി തുടങ്ങാനായിരിക്കുന്നു. മറുഭാഗത്ത് ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഒസാസുനെ കുതിർക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. എംബപ്പയാണ് റയലിനായിട്ട് പെനാൽറ്റി വിൻ ചെയ്തതും അത് ഗോളാക്കി മാറ്റിയതും. ആ ഒറ്റ ഗോളിൽ അവർ ജയിക്കുകയായിരുന്നു. റയൽ മാഡ്രിഡിന്റെ നിരയിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ബ്രൈൻ ഡയസും കിലിൻ എംബാപ്പയും വിനി ജൂനിയറും ഒരുമിച്ചിറങ്ങി. നമ്മൾ ഈ കളിയുടെ പ്രിവ്യൂ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ അതേ ലൈനപ്പാണ് സാബി അലോൺസോ കളിക്കളത്തിലേക്ക് ടീമിനെ ഇറക്കിയത്. കോർട്ടുവ ഗോൾ കീപ്പറായിട്ട് നിൽക്കുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് ഡിഫൻസിൽ അലക്സാണ്ടർ ആർണോൾഡും കരേറസും ഉണ്ടായിരുന്നു. സെൻട്രൽ ബാക്ക് കോമ്പിനേഷൻ എതിർ മിലിറ്റാവോയും ഹൂയിസനുമായിരുന്നു. ഇതിനെക്കുറിച്ച് സാബി അലോൺസോ കളിക്ക് ശേഷം പറഞ്ഞത്, അവർ നന്നായിട്ട് കളിച്ചു, പുതിയ ഒരു കൂട്ടുകെട്ടെന്ന് പറയാനില്ല, എല്ലാവരും ഇവിടെ കളിക്കാൻ ഡിസേർവിംഗ് ആണ്. എനിക്ക് നല്ല കോമ്പിനേഷൻ തോന്നുമ്പോൾ ഞാൻ അവരെ കളിക്കളത്തിലേക്ക് മാറ്റി ഉപയോഗിക്കും എന്നുള്ള തരത്തിലാണ് സാബി അലോൺസോ കളിക്ക് ശേഷം സംസാരിച്ചത്. മദീറിൽ ഫെഡെ വാൽവർദയും ഷൂമനിയും ഗ്യൂളറും തന്നെയാണ് ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതിയിൽ റയൽ മാഡ്രിഡിന് വലിയ ആധിപത്യം ഉണ്ടായിട്ടും പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാം പകുതിയിലാണ് ആ ഡെഡ് ലോക്ക് കിലിൻ എംബാപ്പെ പൊട്ടിക്കുന്നത്. അദ്ദേഹം വിൻ ചെയ്ത പെനാൽറ്റി 51-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഗോളാക്കി മാറ്റി. ആ ഒറ്റ ഗോളിന് ഒടുവിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുകയും ചെയ്തു. ഒസാസുനയുടെ താരം ബ്രിട്ടോൺസിന് കളിയുടെ അവസാന ഘട്ടത്തിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു. ഏതായാലും ഒറ്റ ഗോളിനാണെങ്കിലും വിജയത്തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. സോളിഡ് വിൻ എന്ന് എംബാപ്പെ കളിക്ക് ശേഷം പറയുന്നുണ്ട്. കൂടുതൽ ഗോളുകൾ വരും മത്സരങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. റോഡ്രിഗോയെ വീണ്ടും ഒരു മിനിറ്റ് പോലും കളിക്കളത്തിലേക്ക് വിട്ടില്ല സാബി അലോൺസോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.